ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വൈഷൂസ് ലേണിംഗിലേക്ക് സ്വാഗതം. ടുഡേ വി ആർ ഗോയിങ് ടു ടേക്ക് എ ന്യൂ ടോപ്പിക്, അർണോൾഡ് ജെ ടോയൻബി ആൻഡ് ദ സ്റ്റഡി ഓഫ് സിവിലൈസേഷൻ. ഇതുവരെ നമ്മൾ കാണാത്ത ഒരു പ്രഗത്ഭമായ ഒരു വ്യക്തിത്വമാണ് അല്ലേ ഈ ടോയൻബിയെ കുറിച്ച്. നിങ്ങൾ ഇതിനു മുൻ ക്ലാസ്സുകളിൽ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? വളരെ റെയറായിട്ട് മാത്രമാണ് നമ്മുടെ സബ്ജക്റ്റുകളിലൂടെ ഈ ടോയൻബി എന്ന പേര് നമ്മൾ ടച്ച് ചെയ്ത് വന്നിട്ടുള്ളൂ. ഇവിടെ ഹിസ്റ്റോറിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട് അർണോൾഡ് ജെ ടോയൻബി എന്ന് പറയുന്ന ഇതിഹാസത്തെ നമുക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ടോയൻബിയിലേക്ക് പോവാം. ടോയൻബി വാസ് ബോൺ ഇൻ ലണ്ടൻ ഓൺ 14th April 1889, was the son of Harry Walpole Toynbee, Secretary of the Charity Organization Society, and his wife Sarah Edith Marshall. His sister Jocelyn Toynbee was an archaeologist and art historian. എന്താ ഇതിലൂടെ പറയുന്നത്? ഏത് വർഷമാണ് ടോയൻബി ജനിച്ചത്? 1889 ഏപ്രിൽ 14. എവിടെയാണ്? ലണ്ടനിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ആരുടെ മകനായിരുന്നു? ഹാരി വാൾപി ടോയൻബി എന്ന് പറയുന്ന ആളുടെ മകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഡെസിഗ്നേഷൻ പറയുന്നുണ്ട് സെക്രട്ടറി ഓഫ് ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റി. പിന്നെ അദ്ദേഹത്തിൻ്റെ വൈഫ് ആരാണ്? സാറ എഡിത്ത് മാർഷൽ. അദ്ദേഹത്തിൻ്റെ സിസ്റ്ററാണ് ആര്? ജോസ്ലിൻ ടോയൻബി. അവരുടെ ഡെസിഗ്നേഷൻ എന്താണ്? ആസ് ആൻ ആർക്കിയോളജിസ്റ്റ് ആൻഡ് ആർട്ട് ഹിസ്റ്റോറിയൻ. Toynbee was the grandson of Joseph Toynbee, nephew of the 19th century economist Arnold Toynbee, and the descendant of the prominent British intellectual for several generations. ഇതിലൂടെ എന്താ കാണുന്നത്? ടോയൻബി ആരുടെ ഗ്രാൻഡ്സൺ ആണ്? ജോസഫ് ടോയൻബിയുടെ ഗ്രാൻഡ്സൺ ആണ്. ആരുടെ നെഫ്യൂ ആണ്? നെഫ്യൂ ഓഫ് ദി 19th century എക്കണോമിസ്റ്റ് അർണോൾഡ് ടോയൻബി. നെഫ്യൂ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, മരുമകൻ. നെഫ്യൂ ഓഫ് ദി 19th century എക്കണോമിസ്റ്റ് അർണോൾഡ് ടോയൻബി ആൻഡ് ഡിസെൻഡൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പിൻഗാമി അല്ലേ? ആരുടെ പിൻഗാമിയാണ്? പ്രോമിനൻറ്റ് ബ്രിട്ടീഷ് ഇൻ്റലക്ച്വൽസ് ഫോർ സെവറൽ ജനറേഷൻ. ഒരുപാട് തലമുറകളായിട്ടുള്ള പ്രോമിനൻ്റ് ആയിട്ടുള്ള ഇൻ്റലക്ച്വൽസിൻ്റെ ഡിസെൻഡൻ്റ് ആണ് ആര്? അർണോൾഡ് ടോയൻബി. ഹി വാസ് എഡ്യൂക്കേറ്റഡ് അറ്റ് വിൻചെസ്റ്റർ കോളേജ്, ബാലിയോൾ കോളേജ്, ഓക്സ്ഫോർഡ്, ആൻഡ് സ്റ്റഡീഡ് ബ്രീഫ്ലി അറ്റ് ദ ബ്രിട്ടീഷ് സ്കൂൾ അറ്റ് ഏഥൻസ്, an experience that influenced the genesis of the philosophy about decline of civilization. അതായത് അദ്ദേഹം എഡ്യൂക്കേറ്റഡ് ചെയ്തത് വിൻചെസ്റ്റർ കോളേജ്, ബാലിയോൾ കോളേജ്, ഓക്സ്ഫോർഡ് എന്നിവിടങ്ങളിലാണ്. അതേപോലെ തന്നെ അദ്ദേഹം സ്റ്റഡി ചെയ്തിട്ടുണ്ട് എവിടെയാണ്? ബ്രിട്ടീഷ് സ്കൂൾ അറ്റ് ഏഥൻസിൽ. ഈ ഇവിടങ്ങളിൽ നിന്നുള്ള ഇദ്ദേഹത്തിൻ്റെ അനുഭവ പരിചയം, ഇദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം ഇദ്ദേഹത്തെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫിലോസഫികൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് കിട്ടിയ എഡ്യൂക്കേഷൻ അദ്ദേഹത്തെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. In 1912, he became a tutor and a fellow in ancient history at Balliol College, and in 1915 he began working for the intelligence department of the British Foreign Office. 1912 അദ്ദേഹം ഒരു ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്തു. എവിടെ? ആൻഷ്യൻ ഹിസ്റ്ററിയിൽ ട്യൂട്ടറായിട്ട് ബാലിയോൾ കോളേജിൽ വർക്ക് ചെയ്തു. ആൻഡ് ഇൻ 1950 ഹി ബിഗാൻ വർക്കിംഗ് ഫോർ ദി ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബ്രിട്ടീഷ് ഫോറിൻ ഓഫീസ്. ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ സെർവിങ് ആസ് എ ഡെലിഗേറ്റ് ടു ദ പാരീസ് പീസ് കോൺഫറൻസ് ഇൻ 1990, he was appointed professor of Byzantine and modern Greek studies at the University of London. ഡെലിഗേറ്റ് എന്ന് പറയുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? റെപ്രസെൻറ്റേറ്റീവ് അല്ലേ? അദ്ദേഹത്തിൻ്റെ ഈ വിദ്യാഭ്യാസത്തിനൊക്കെ ശേഷം അദ്ദേഹം പാരീസ് പീസ് കോൺഫറൻസ് 1990 പങ്കെടുക്കുകയുണ്ടായി.
അതിനുശേഷം അദ്ദേഹത്തെ അപ്പോയിൻറ്റ് ചെയ്തു. എങ്ങനെ? പ്രൊഫസർ ഓഫ് ബൈസാൻറ്റിൻ ആൻഡ് മോഡേൺ ഗ്രീക്ക് സ്റ്റഡീസ് അറ്റ് ദ യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടൻ. ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ മോഡേൺ ഗ്രീക്ക് സ്റ്റഡീസുമായി ബന്ധപ്പെട്ട പ്രൊഫസറായിട്ട് അദ്ദേഹത്തെ അപ്പോയിൻറ്റ് ചെയ്തു. From 1921 to 1922, he was the Manchester Guardian correspondent during the Greco-Turkish War, an experience that resulted in the publication of the Western Question in Greece and Turkey. എന്താ ഇതിലൂടെ കാണുന്നത്? 1921-22 കാലഘട്ടത്തിൽ അദ്ദേഹത്തെ മാഞ്ചസ്റ്റർ ഗാർഡിയൻ കറസ്പോണ്ടൻറ്റ് ആയിട്ട് ഗ്രീക്കോ ടർക്കിഷ് വാറിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ അപ്പോയിൻറ്റ് ചെയ്തു. ആ എക്സ്പീരിയൻസിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഒരു പുസ്തകം പബ്ലിക്കേറ്റ് ചെയ്തത്. ആ പുസ്തകത്തിൻ്റെ പേരാണെന്ത്? വെസ്റ്റേൺ ക്വസ്റ്റ്യൻ ഇൻ ഗ്രീക്സ് ആൻഡ് ടർക്കി. In 1925, he became research professor of international history at London School of Economics. 1925 അദ്ദേഹം റിസർച്ച് പ്രൊഫസറായി. ഏതിൽ? ഇൻ്റർനാഷണൽ ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ, ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ. ആൻഡ് ഡയറക്ടർ ഓഫ് സ്റ്റഡീസ് അറ്റ് റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻ്റർനാഷണൽ അഫയേഴ്സ് ഇൻ ലണ്ടൻ. ഡയറക്ടർ ഓഫ് സ്റ്റഡീസ് അറ്റ് ദ റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻ്റർനാഷണൽ അഫയേഴ്സ് ഇൻ ലണ്ടൻ. ഡയറക്ടർ ഓഫ് സ്റ്റഡീസ് എന്ന് പറയുന്നത് ഏതിലാണ് ഡയറക്ടർ ഓഫ് സ്റ്റഡീസ് ആയത്? റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻ്റർനാഷണൽ അഫയേഴ്സ് ഇൻ ലണ്ടൻ. അതിലാണ് അദ്ദേഹം പ്രൊഫസറായിട്ട് മാറിയത്. ഇനി ഓൺ സിവിലൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. ഓൺ സിവിലൈസേഷനിൽ എ സ്റ്റഡി ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൃതിയെക്കുറിച്ചാണ് പറയുന്നത്. A Study of History is a 12-volume history book by British historian Arnold J. Toynbee, finished in 1961, in which the author traces the development and decay of 19th world civilization in the historical record. A Study of History എന്ന് പറയുന്ന പുസ്തകം 12 വോള്യങ്ങളായിട്ടാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അത് ഫിനിഷ് ചെയ്തത് എപ്പോഴാണ്? 1961. ഈ കൃതിയിലൂടെ ഓതർ ട്രേസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഡെവലപ്മെൻറ്റ് ആൻഡ് ഡീക്കേ ഓഫ് 19 വേൾഡ് സിവിലൈസേഷൻ. 19ഓളം വേൾഡ് സിവിലൈസേഷൻ്റെ ഡെവലപ്മെൻറ്റും ഡീക്കേയും. ഡീക്കേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴ്ച, അതിൻ്റെ വികസനവും അതിൻ്റെ താഴ്ചയും, അതായത് ഉയർച്ച താഴ്ചകളെക്കുറിച്ചാണ് ഈ കൃതിയിൽ കാണുന്നത്. Toynbee applies his model to each of these civilization, detailing the stages through which they all pass: genesis, growth, time of troubles, universal state and the disintegration. അതായത് ടോയിൻബി ഇതിൽ അപ്ലൈ ചെയ്യുന്നത്, സിവിലൈസേഷൻസ് ഡീല് ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങൾ വെച്ചിട്ടാണ്? ഓരോ സിവിലൈസേഷനും കടന്നു വന്ന ജെനിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഉദ്ഭവം അല്ലേ? ഉദ്ഭവം. അതേപോലെ തന്നെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വളർച്ച. ടൈം ഓഫ് ട്രബിൾസ്, അതിൻ്റെ പ്രശ്നകാലഘട്ടം എന്ന് പറയുന്നതിൻ്റെ സിവിലൈസേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങളെക്കുറിച്ച് ഇതിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ യൂണിവേഴ്സൽ സ്റ്റേറ്റ് ആൻഡ് ഡിസിൻറ്റഗ്രേഷൻ, അതിൻ്റെ പരമോന്നതിയിൽ എത്തുന്നത്, ആ സിവിലൈസേഷൻ അതിൻ്റെ പരമോന്നതിയിൽ എത്തുന്നത്, അതിനുശേഷം ആ സിവിലൈസേഷൻ ഇല്ലാണ്ടാവുന്നത്. ഇത്രയും ഘടകങ്ങളാണ് ടോയിൻബി ഈ കൃതിയിൽ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സ്റ്റഡി ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്ന കൃതി വളരെ പ്രധാനപ്പെട്ടതാണ്. ആ സ്റ്റഡി ഓഫ് ഹിസ്റ്ററിയിലെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ബാക്കി ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്